ഇരുവഴിഞ്ഞിപ്പുഴ കാലമ്പാറ തൂക്കുപാലത്തിന് സമീപം ശനിയാഴ്ച മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടൂറിസ്റ്റ് ഗൈഡിന്റെ മൃതദേഹം കണ്ടെടുത്തു. മലപ്പുറം കുഴിമണ്ണ് മുണ്ടംപറമ്പ് വട്ടോളി ഷിബിലിയാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഷിബിലി ഒഴുക്കിൽപ്പെട്ടത്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ആനക്കാമ്പോയിൽ കാലമ്പാറ തൂക്കുപാലത്തിന് താഴെ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരികളെ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷിക്കാൻ പുഴയിലിറങ്ങി കയത്തിലൊഴുക്കിൽപ്പെട്ട ടൂറിസ്റ്റ് ഗൈഡിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 3-ാം ദിവസത്തെ തിരച്ചിലിനിടെയാണ് പതങ്കയം ഡാമിന് സമീപത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറം കുഴിമണ്ണ കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് വട്ടോളി വീട്ടിൽ ഷിബിൽ റഹ്മാനാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്നെത്തിയ 11-അംഗ സംഘത്തിലെ ഗൈഡായിരുന്നു ഷിബിൽ. 3 ദിവസങ്ങളായി നടത്തിയ തിരച്ചിലിൽ മുക്കം അഗ്നിരക്ഷാ സേനാംഗങ്ങളും കോഴിക്കോട് നിന്നുള്ള സ്കൂബ ടീമും കോടഞ്ചേരി തിരുവമ്പാടി പോലീസും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും പങ്കെടുത്തു. റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തുണ്ടായിരുന്നു. പാറക്കെട്ടുകളും ചുഴികളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ പതങ്കയത്ത് തിരച്ചിൽ തുടരുന്നതിനിടെ പൊടുന്നനെ മലവെള്ളപ്പാച്ചിലുണ്ടായി. പുഴക്കരയിലേക്ക് കയറിയാണ് രക്ഷാപ്രവർത്തകർ രക്ഷപ്പെട്ടത്. ഡ്രോൺ ഉപയോഗിച്ച് പാറക്കെട്ടുകളുടെ ഇടയിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഞായറാഴ്ച വൈകിട്ട് മഴ ശക്തമാവുകയും പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തതോടെ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ MA ഗഫൂർ, സീനിയർ റെസ്ക്യൂ ഓഫീസർ NB അഹമ്മദ് റഹീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. CK കാസിം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മനോജ് വാഴപ്പറമ്പിൽ, റിയാന തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.